ഈ 7:30 നേരത്ത് ഗിഫ്റ്റും തൂക്കി പിടിച്ച് ഞാൻ പോണത് വേറെ എവിടേക്കുമില്ല. ദിവ്യ ചേച്ചിയും ജോഷിലേട്ടനെയും ഹൗസ് വാമിംഗ് ആണിന്ന്. അവരുടെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഈ കത്തി നിൽക്കുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ നേരം വൈകിണ്ടിട്ടാ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഗവൺമെൻറ് വണ്ടികളുടെ ഒരു ബഹളമായിരുന്നു കേട്ടാ. ഞങ്ങൾ കണ്ടപ്പിക്കേണ്ട ഡീന ചേച്ചി ഓടി വന്നു. വർത്തമാനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ അന്ന് ഉള്ളിലേക്ക് പൊട്ടേന്നും പറഞ്ഞ് നടക്കുമ്പോഴാണ് ഈ വീടിന് എപ്പോൾ കുറ്റിയടിച്ചോ അപ്പം കുറ്റിയടിച്ചിരിക്കുന്ന 3 എണ്ണമാണ് ഈ മോളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറിയച്ചമാരെയും മേമന്മാരെയും എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുട്ടീസ് പറയണ എന്നോട് മോളി പൊക്കോന്ന്. എന്നാൽ പിന്നെ പോവാന്നും പറഞ്ഞ് കടന്നപ്പോൾ ദിവ്യ ചേച്ചിയും രമ്യ ചേച്ചിയും കൂടിയിട്ട് ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുക. ബസ് കിട്ടാത്ത കാരണം നേരത്തെ എത്തിയില്ലോ എന്ന് പറഞ്ഞ് ചേച്ചിയുടെ വക കളിയാക്കലാണ് കേട്ടത്. പിന്നെ കിച്ചണിലോട്ട് കിടന്നപ്പോഴാണ് ഞങ്ങളുടെ എക്സ്ട്രാ ഓർഡിനറി ഒരു നാത്തൂനുണ്ട് സുഷമേച്ചിനെ കണ്ടത് കേട്ടാ. സുഷമേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ചേച്ചി അഭിനയിക്കുന്നു. ചേച്ചി അവിടെ അഭിനയിച്ച് തകർക്കാണ് കേട്ടാ. എല്ലാവരും കണ്ടപ്പോൾ മൊത്തത്തിൽ ഭയങ്കര ഒരു സന്തോഷം. പിന്നെ എല്ലാവരോടും കിടന്ന് മിണ്ടാനായിട്ടുള്ളൊരു ആക്രാന്തമായി. ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടാണ് എല്ലാ ഭാഗങ്ങളും സെറ്റാക്കിയിരിക്കുന്നത് കേട്ടാ. താഴെ 2 ബെഡ്റൂമാണ്, ബേയാണ്, എല്ലാം ബേ വിൻഡോ ഉള്ള റൂംസാണ് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് കിച്ചൺ, ആ കിച്ചൺ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നൊരു ഡൈനിങ് ടേബിള്, കിച്ചണൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. നമുക്ക് ഫീൽ ചെയ്യുന്ന നന്നായിട്ടുണ്ട്. ഞാൻ നേരെ മുകളിൽ പോയി. ഇതാണ് മുകളിലുള്ള 3 കീടങ്ങൾ. ലൈഫ് ബോയ് പരിചയത്തിലെ മങ്കുവും കിങ്കുവും മിങ്കുവും. താഴോട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഭക്ഷണത്തിൻ്റെ ഏരിയ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. കൗണ്ടർ എപ്പോൾ ഓപ്പണായി എന്നറിയില്ല. താഴെ 5 ശ്രുതി വന്നിട്ടുണ്ട്. നേരെ മുകളിലേക്ക്. പിന്നെ കത്തിവെപ്പ്. എല്ലാവരും കൂടി കുറേ നേരം പരിസരം മറന്നിട്ടുള്ള കോമഡിയും തഗ്ഗും. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു ത്വര വന്നതുകൊണ്ട് വേഗം തന്നെ വീട് കണ്ടു പോവാന്ന് പറഞ്ഞപ്പോൾ ശ്രുതി കിച്ചൺ കബോർഡൊക്കെ വലിച്ചു നോക്കണേ. എല്ലാം വർക്കിംഗ് ആണോന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ അല്ലേ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴോട്ട് പോയിട്ടാ. പിള്ളേർ നീലാണ്ടൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ പോവാന്നും പറഞ്ഞ് വയറ് നിൽക്കാൻ തുടങ്ങി. ഉദ്ഘാടനം ചെയ്യാൻ പോവാ. ഞങ്ങൾ നല്ല അനുസരണമുള്ള കുട്ടികളായിട്ട് ലൈനായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി കറക്റ്റ് 10 സീറ്റ് കിട്ടി. വട്ടമേശ സമ്മേളനം തുടങ്ങാമെന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്നു. തിരുവാതിര കളി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ട്. ആർക്കും എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒരു ബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ പിടിച്ച് കഴിയുന്നവരെ ഒക്കെ മിണ്ടാതെ അനങ്ങാതെ ഇരിക്കുകയാണ് കേട്ടോ പാവങ്ങൾ. അവസാനം എല്ലാവരും ഫുഡ് അടിക്കാൻ തുടങ്ങി. ഓരോ ഭാഗത്തുനിന്ന് വീഡിയോ എടുക്കണോണ്ടെന്ന കാരണം അറിയില്ല. ഡീസൻ്റ് ആയിട്ടാണ് ഫുഡ് അടിയിട്ടാണ്. സൂര്യയൊക്കെ ഭയങ്കര അഭിനയമാണ്. അവൾക്കൊന്നും പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം വായിലേക്ക് വരുന്നേ ഉണ്ടായിരുന്നില്ല. അതും അതിൽ അഭിനയിച്ച് തകർക്കാണ് കേട്ടോ. സബിനും ശ്രുതിയും പിന്നെ പറയണ്ട, അഭിനയ ത്രിമൂർത്തികളാണ്. 5 ശ്രുതിയും ഡീസൻ്റായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രമ്യ ചേച്ചി എന്നെ നോക്കണേ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഭക്ഷണം കഴിക്കണേ. ഡീന ചേച്ചിനും ദിവ്യ ചേച്ചിനും തിരക്കായാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയും ഞങ്ങളുടെ ഇടയിലത്തെ കുറച്ചൊന്നും കൂടി വരാനുണ്ട്. അവരൊക്കെ എന്താണാവോ വരാഞ്ഞ്. ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും അവർക്കൊക്കെ ഞങ്ങളെ മിസ്സാവുന്നുള്ളത് ഉറപ്പാണ്. ഞങ്ങളെല്ലാവരും കൂടി സുനതയ്ക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ മിണ്ടാണ്ട് നീറ്റായിട്ടിരുന്നു. സുനിത മാത്രം അവിടെ ചരപ്പില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പാവം അറിഞ്ഞില്ല, ട്രാപ്പഡാണെന്നിട്ടാ. അവസാനം സൂര്യ പറയാണ് നീ ഇതൊന്നും കാണുന്നില്ലല്ലോ, എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടെന്ന്. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം കണ്ടാവും. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഐസ്ക്രീമും കഴിച്ചു. എല്ലാവരും കുറച്ചു നേരം കൂടി അവിടെ ഇവിടെ നിന്ന് കത്തി വെച്ചു. വീട്ടിൽ നിന്ന് എപ്പോൾ വിളി വരുമ്പോൾ പോകുന്ന രീതിയിൽ എല്ലാവരും നിൽക്കണം കേട്ടാ. ഓരോരുത്തരോട്ട് പോകാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ദിവ്യ ചേച്ചിനെ വിളിച്ച് ഞങ്ങൾ ചെറിയൊരു കുട്ടി വീഡിയോ എടുത്തിട്ടാ. എല്ലാവരും കൂടി നിന്ന് ചറപറ നിന്നു. പിന്നെ ഞങ്ങൾ ദിവ്യ ചേച്ചിയുടെ അടുത്ത് കുറച്ചേരം കിട്ടിയാൽ കത്തി വെച്ചു. പിന്നെ ചേച്ചിയോട് ബായ് പറഞ്ഞ് വീട്ടിൽ പോയി.